വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് എന്ന് നമ്മൾ എന്നും പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം അതിന്റെ എല്ലാ പിടിയും വിട്ട് പോയിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുണ്ട്. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് അടച്ചാലും നമ്മുടെ രാജ്യം പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്ലാൻ ബി ഉണ്ടെന്നാണ്. ഈ എണ്ണ വ്യാപാരം താറുമാറാകാതിരിക്കാൻ ഇന്ത്യക്ക് ഒരു പ്ലാൻ, അത് സത്യമാണ്, ഇന്ത്യക്ക് ഒരു പ്ലാൻ ബി ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഹോർമൂസ് കടലിടുക്കിന് ഭീഷണിയുണ്ട്. US താവളത്തിന് നേരെയുള്ള ആക്രമണമുണ്ട്. കുവൈറ്റിലെ US സൈനികരുടെ അർഫജൻ താവളത്തിൽ 10 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും ലക്ഷ്യത്തിലെത്തുന്നതിൽ വിജയിച്ചതായും IRGC അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളുണ്ട്. റിയാദിലെ US എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്നുമാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇറാൻ സംഘർഷത്തെക്കുറിച്ച് ട്രംപ് ഞായറാഴ്ച ഇറാഖി കുർദിഷ് നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററിലും ആയുധ ഡിപ്പോയിലും ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ തന്നെ ഇന്റലിജൻസ് വിങ്ങിലെ തലവനെ വധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിൽ ഇപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ പൗരന്മാർക്ക് പുതിയ ഉപദേശം നൽകിയിരിക്കുകയാണ്. ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ലെബനൻ, സൗദി അറേബ്യ, ഖത്തർ എന്നിവരുൾപ്പെടെ 1 ഡസനിലധികം രാജ്യങ്ങളിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാനാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതിന്റെയൊക്കെ അർത്ഥം ഈ യുദ്ധം ഇനി ഉടനെ ഒന്നും തീരില്ല എന്ന് തന്നെയാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമുണ്ട് ഒരു അന്താരാഷ്ട്ര ചാനലിൽ. ഖമനേയി മരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ യുദ്ധം തീരാത്തത് എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണകൂടം വീഴണമെങ്കിൽ ഇറാനിലെ ജനം വിചാരിക്കണം എന്നുള്ളതാണ്. ഇറാനിലെ ജനം ഖമനേയി മരിച്ചിട്ടും ആ ഭരണകൂടത്തിന്റെ അലയൊലികൾ താങ്ങി നിർത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താലാണ് ഈ യുദ്ധം തീരുന്നത്? നമ്മുടെ രാജ്യമടക്കം പ്രതിസന്ധിയിലാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്ത് ചെയ്യും? ഇതിനകത്ത് ഇപ്പൊ ഈ യുദ്ധം എന്ന് പറഞ്ഞ 2 രാജ്യങ്ങൾ തമ്മിലല്ല ധനുഷ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം. അതിനെ നമ്മൾ മതപരമായിട്ട് തന്നെ കാണണം. ഇവിടെ അവരുടെ മതമേലധ്യക്ഷൻ ഖമേനി കൊല്ലപ്പെടുന്നു. ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ അവരുടെ സർവ്വശക്തിയും എടുത്ത് അവിടെ ഉണ്ടായ വികാരം എന്താണെന്ന് വെച്ചാൽ മുമ്പുണ്ടായ വികാരമല്ല. ഇപ്പോഴവർക്കുള്ളത് അവരുടെ നേതാവ്, അവരുടെ മതപരമായ നേതാവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഷിയകളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവര് വളരെ വാശിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ മരിച്ചേക്കാം. അവർ പറയുന്നത് ഞങ്ങൾ മരിക്കുന്നതിന് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഈ രീതി. അപ്പം ധനുഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ ഖമേനി അവിടെ അധികാരത്തിൽ വരുന്നതും 1979 ആകുമ്പോഴേക്കും ഈ ഇസ്ലാമിക വിപ്ലവം വന്നിട്ടാണല്ലോ, അതിന്റെ നേതാവായിട്ടാണല്ലോ ഇദ്ദേഹം വരുന്നത്. അപ്പോഴും ജനം അദ്ദേഹത്തിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് അത് മാറ്റാൻ പറ്റിയത്. ഷായെ ഓടിക്കാൻ പറ്റും, ജനം കൂടെ നിന്നുകൊണ്ടാണ്. ഇവിടെയും ജനം ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇറാനിൽ ഭരണം അട്ടിമറിക്കുക നടക്കത്തുള്ളൂ. അല്ലാതെ അമേരിക്ക വിചാരിക്കുന്ന കണക്ക് ഖമേനിയെ കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പട്ടാള നേതാക്കളെ തടഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ പട്ടാള മേധാവി പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അയാൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ മുങ്ങിയാൽ നിങ്ങളെ മുക്കും. നിങ്ങളെ മുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അല്ല ഉദ്ദേശിച്ചത്, ചുറ്റോട് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ മുങ്ങും, പക്ഷെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ മുക്കിയിട്ടേ ഞങ്ങൾ മുങ്ങൂ എന്നാണ് പറഞ്ഞത്. അതൊരു വലിയ വാക്കാണ്, ചെറിയൊരു വാക്കല്ല. മറ്റേ പണ്ട് റഷ്യ പറഞ്ഞ കണക്കാണ്. റഷ്യ പറഞ്ഞ എന്താണ്, ഞങ്ങൾ തീരുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവർക്ക് ആണവ യുദ്ധം നടക്കാൻ പറ്റും. അന്ന് റഷ്യ പണ്ട് പുടിൻ പറഞ്ഞ വാക്കാ, ഇപ്പൊ ഇറാൻ പറയുന്ന ആ വാക്ക് തന്നെയാണ്. ഞങ്ങൾ മുങ്ങിയാൽ നിങ്ങൾ മുങ്ങും, നിങ്ങളെ മുക്കിയിട്ടേ ഞങ്ങൾ മുങ്ങും എന്ന് പറയുന്നു. ഇത് വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകും. ആ ഇറാനിൽ ഭരണമാറ്റം എന്നുള്ളത് ഒരു സ്വപ്നം മാത്രം. പിന്നെ ഇവർ കരയുദ്ധത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കരയുദ്ധം വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈനികരും ഒരുപാട് ഏരിയകളിലേക്ക് കടന്നു ചെല്ലുക ദുഷ്കരമാണ്. ഇനി കരസൈന്യം വിജയിക്കുന്നത് എപ്പോഴാണെന്ന് കണ്ടിട്ടുണ്ടോ? ഏത് രാജ്യത്തും കരസൈന്യം വിജയിക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കൂടെ ഈ വരുന്ന സൈന്യത്തിന് ഒപ്പം പിന്തുണ കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ കരസൈന്യത്തിന് മുന്നേറാൻ പറ്റത്തുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ എന്തുകൊണ്ടാണ് തകർന്നു പോയത്? അഫ്ഗാനിസ്ഥാൻ ഇറാൻ പോലെ ആയിരുന്നില്ല. താലിബാൻ ഉണ്ടായിരുന്നു, മറ്റു പല ഭീകര സംഘടനകൾ ഉണ്ടായിരുന്നു, ഭീകര പ്രവിശ്യകളുണ്ടായിരുന്നു. ഈ കാണ്ഡഹാർ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് വേറൊരു ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നു, താലിബാന്റെ കയ്യിൽ ആയിരുന്നില്ല. വേറെ ഗോത്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം അമേരിക്ക ചെയ്ത എന്താണ്, ഇവരുടെ കൂടെ പിന്തുണയോട് കൂടിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇവര് ടാങ്കുകളും മറ്റുമൊക്കെ നീക്കി തുടങ്ങിയത്. പക്ഷെ അവർക്ക് ജനങ്ങളുടെ മുഴുവൻ സ്വീകാര്യത ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റി, ടാങ്ക് ഉരുളുമ്പോഴേ ഇൻഫർമേഷൻ കിട്ടും ദേ വരുന്നുണ്ടെന്ന്, അവിടെ ഇട്ട് പൊട്ടിക്ക് വരും. അപ്പം ഇങ്ങനത്തെ ഇത് വരും. ഇന്ത്യ ശ്രീലങ്കയിൽ പോയി അവിടുത്തെ ഈ സിംഹളരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ പോയി, തമിഴ് ഈഴത്തിലുള്ളവരെ രക്ഷിക്കാൻ പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? ഒടുവിൽ തമിഴ് ആ സംഘടനകൾ തന്നെ ഇന്ത്യൻ സൈന്യത്തെ ഒറ്റുകയല്ലായിരുന്നു അവിടെ ചെയ്തത്. അങ്ങനെ അവരുടെ കോഡ് മലയാളത്തിലാക്കുക ചെയ്തത്.
അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. ഹിന്ദിയിലായിരുന്നു ഇന്ത്യൻ സൈന്യം കോഡ് കൈമാറിയിരുന്നത്. ഈ കോഡ് ഡീകോഡ് ചെയ്ത് എടുക്കാൻ തുടങ്ങി. ഡീകോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് മലയാളം, ഈ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പോലും അതിൽ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ അന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ കോഡ് മലയാളത്തിലാകുമ്പോൾ പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അന്നത്തെ സമയത്ത്. അപ്പം ഈ പച്ചക്കറികളുടെ പേരുകളും മറ്റുമൊക്കെ ആയിരുന്നു അവരുടെ മൂവ്മെന്റിന് അവരന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ഇതെന്ത് ഒരു ജനതയുടെ സഹായമില്ലാതെ കരസൈന്യത്തിന് കയറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്, ഇനി ഇതിപ്പോ എങ്ങനെ തീരുമെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഇത് തീർക്കാൻ കഴിയൂ. ഇപ്പൊ ചൈന ഒരു മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട്. ചൈന പറയുന്നത് ഇറാന്റെ പ്രദേശം, ആ ഒരു പ്രദേശത്തെ പരമാധികാരത്തെ കടന്നു കയറിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇവിടെ പ്രശ്നമുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പൊ അവർ തുടങ്ങിയിരിക്കുന്ന അടച്ചിടുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ഷിപ്പുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഈ അരാംകോ അടക്കമുള്ള റിഫൈനറികൾക്ക് നേരെ ഒരു വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനകത്തൊരു ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ നിന്ന് വരുന്ന പുക, ഇപ്പോൾ അനവധി റിഫൈനറികളും എണ്ണപ്പാടങ്ങളും കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അത് ഗൾഫ് കൺട്രീസിൽ മാത്രമല്ല മറ്റ് കൺട്രീസുകൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഓയിൽ ടാങ്കറുകൾ തകർത്തു കഴിഞ്ഞാൽ ഇത് കടലിൽ ഒഴുകി പടരുന്ന എണ്ണ, ആ എണ്ണ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരം തന്നെ ആയിരിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2021 ഈ നമ്മുടെ സൂയസ് കനാൽ ഒരു കപ്പൽ മറിഞ്ഞു. മനുഷ്യന് ഓർമ്മയുണ്ടാകും. സൂയസ് കനാൽ ഒരു കപ്പൽ മറിഞ്ഞു. കാറ്റടിച്ച് മറിഞ്ഞതാണ്, അതാരും തകർത്തതല്ല. അത് മറിഞ്ഞിട്ട് എത്ര ദിവസം അവിടുത്തെ ട്രാവലിംഗ് ബ്ലോക്കായി, എത്ര കോടി നഷ്ടം ലോകത്തിന് വന്നു. ഈ എണ്ണ പടർന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മുടെ രാജ്യത്തുമുണ്ട്. നമ്മുടെ ഈ വിഴിഞ്ഞത്തുനിന്ന് പോയൊരു ഷിപ്പിലെ എണ്ണ മറിഞ്ഞിട്ട് നമ്മൾ അവിടെ വലിയ പരിപാടികളൊക്കെ ചെയ്താൽ, കാരണം ഇത് എണ്ണ മറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഷിപ്പുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തെല്ലാം മാറ്റി വരും. പിന്നെ അപ്പോഴത്തേന് ഇത് റൂട്ട് മാറ്റി വിടണം, ഭയങ്കര എക്സ്പെൻസീവ് ആണത്. അങ്ങനെയുള്ള ഒരുപാട് ഭവിഷ്യത്തുകൾ വരും. അപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞാൽ, സ്വിച്ചിട്ട് കണക്ക് ഒരു യുദ്ധം തീർന്നാലും അവിടെ കൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ അറിഞ്ഞൊരു വാർത്ത, അവിടുത്തെ ആണവ കേന്ദ്രത്തിൽ ചോർച്ചയുണ്ട്. ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അടിച്ചത് ഞങ്ങളുടെ ആണവ കേന്ദ്രത്തിലാണ്, അത് ചോർന്നു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ ആണവ വാതകത്തിന്റെ ആയാലും പിന്നെ ഈ എണ്ണയുടെ ആയാലും ഈ അന്തരീക്ഷത്തിലേക്ക് കത്തിപ്പടരുന്ന പുകപടലങ്ങളായാലും അത് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇറാനോ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇപ്പൊ ആണവ വികിരണങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ കാറ്റിനനുസരിച്ച് അത് നീങ്ങും. കാറ്റിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും കൂടുതൽ പേടി GCC രാജ്യങ്ങൾക്ക് ഇതായിരുന്നല്ലോ. ഇറാന്റെ ആണവ നിലയത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഇറാനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, GCC രാജ്യങ്ങളിലേക്ക് അണുവികിരണം ഉണ്ടായേക്കാം എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. GCC രാജ്യങ്ങൾ മാത്രമല്ല, കാരണം ഇത് നമുക്കൊരു ഇന്ന ഏരിയയിലേക്ക് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഇത് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഗണിക്കാനുള്ള സംവിധാനം കണ്ടെത്താൻ പറ്റും ഏത് ദിശയിലേക്കാണെന്നുള്ളത്. തടയാൻ നിർവാഹമില്ലല്ലോ. ഇപ്പൊ കടലിൽ പടരുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് പടരുകയാണല്ലേ, പിന്നെ അത് മാറ്റാനുള്ള സംവിധാനങ്ങളല്ലേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് സ്വിച്ച് കണക്ക് എണ്ണ വലിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം. പിന്നെ മൂന്നാമത്തത് വരാൻ പോകുന്ന സാധനം, ഇറാൻ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു പലായനമായിരിക്കും. ഇപ്പൊ തന്നെ തുർക്കിയിലേക്ക് അവർ പലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പലരും. അപ്പം വലിയ പലായനം ഉണ്ടാകും. പലായനം ഉണ്ടാകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കുടിയേറ്റം വലിയ രീതിയിൽ ഉണ്ടാകും. ഈ കുടിയേറ്റത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ പല രാജ്യങ്ങളും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യക്കുള്ള രാജ്യം പിന്നെ കുടിയേറ്റം നമ്മൾ അനുവദിക്കാറേ ഇല്ല. യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇപ്പൊ അത് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം നിൽക്കും. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരാം. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഈ യുദ്ധം അവസാനിച്ചാലും വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോംബുകളും മിസൈലുകളും പൊട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമല്ല, ഒരു മതത്തിന്റെ വിഷയമാണ്. വഹാബികൾ ഇല്ലെങ്കിൽ ഈ ഷിയകൾ തമ്മിലുള്ള വിഷയങ്ങളാണ്. ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടേ നിൽക്കും. ഇത് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കും. മിഡിൽ ഈസ്റ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ബാധിക്കും. കാരണം ഇപ്പോൾ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ എണ്ണ വ്യാപാരം നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. 50% നമ്മുടെ ഓയിലും ഗ്യാസും വരുന്നത് അതുവഴിയാണ്. അത് നിന്നുപോകും. ചൈന അപ്പാടെ തകർന്നു പോകും. അവരുടെ 40% ഇതുവഴിയാണ് പോകുന്നത്. ഇറാനിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്നത്. അതാണ് അവർ എപ്പോഴും ഇപ്പൊ തന്നെ അവർക്ക് പരോക്ഷമായിട്ട് ഇറാനെ സഹായിക്കുന്നത് ചൈനയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇത്രത്തോളം പോയി കഴിഞ്ഞാൽ സാമ്പത്തികോട് വരും. ചൈന സാമ്പത്തികോട് തരണം കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക നട്ടലൊടിഞ്ഞു. കാരണം സാമ്പത്തിക രംഗത്തെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിന് കുറെ അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്. 10 രൂപ ശമ്പളക്കാരനും ജീവിക്കണം, 10,000 രൂപ ശമ്പളക്കാരനും ജീവിക്കണം, 10 ലക്ഷം രൂപക്കാരനും ഒരു രാജ്യത്തുണ്ടാകും. അവരെ എല്ലാവരും കൂടെ ഒരുവിധം തൃപ്തിപ്പെടുത്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം. അതായത് 10 രൂപ ഉള്ളവരും ഒരു കുളിക്കാനായിട്ടൊരു സോപ്പ് വാങ്ങണം. അപ്പൊ അവന് 2 രൂപ അതിന് മുടക്കാൻ പറ്റും. അപ്പൊ 2 രൂപയുടെ സോപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അത് നിർമ്മിക്കുന്ന കമ്പനികൾ ഉണ്ടാകണം.
10,000 രൂപ കിട്ടുന്ന ചിലപ്പോൾ 5 രൂപയുടെ സോപ്പിൽ കുളിക്കും. 10 ലക്ഷം രൂപ ശമ്പളം ഉള്ളവൻ ചിലപ്പം 100 രൂപയുടെ 1000 രൂപയുടെ സോപ്പിൽ കുളിച്ചെന്നിരിക്കും. ഇവിടെ ഈ സാമ്പത്തികമായി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് ഈ വിയറ്റ്നാം, ചൈനയാണ് അതിനകത്ത് ടോപ്പ് നിൽക്കുന്ന രാജ്യം. അങ്ങനെയുള്ളിടത്ത് ഈ മരുന്നുകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും വില കുറഞ്ഞ് കിട്ടുന്നിടത്തുനിന്ന് അത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോകത്തിന്റെ മൊത്തം ഒരു സാമ്പത്തിക സ്ഥിരതയിൽ തന്നെ ഒരു വ്യതിയാനം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിന് എക്കണോമിക്സിൽ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ നമ്മളത് എക്കണോമിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നത്. സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് നമ്മൾ ലോജിക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് അത് വരാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ സൗദി അറേബ്യ, അവരുടെ 85% ചരക്ക് പോകുന്നത് ഈ റൂട്ടാണ്. ഖത്തർ, കുവൈറ്റ്, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നു. പിന്നെ തൊഴിൽ നഷ്ടം, ഈ പറയുന്ന പ്രവാസികൾ, ഏതാണ്ട് 1 കോടിക്ക് അടുത്തുള്ള പ്രവാസികൾ ഇന്ത്യയിലുണ്ട്. ആ പ്രവാസികൾക്ക് വരുന്ന തൊഴിൽ നഷ്ടം, ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഇന്ത്യയിലാണ്. അതൊരു ചെറിയ ഇമ്പാക്ട് അല്ല. നമുക്കത് ഉദാഹരണം അറിയണമെന്നുണ്ടെങ്കിൽ ധനുഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പഴയ ഇറാഖ് ഈ ഗൾഫ് വാറുകൾ നടക്കുന്ന സമയമുണ്ടായിരുന്നു. നമ്മുടെ പ്രവാസികളൊക്കെ അവിടുന്ന് ഒന്നുമില്ലാതെ കൂടും കുടുക്കെടുത്ത് ഇവിടെ വരേണ്ട ഒരു അവസ്ഥ വന്നു. ഇവിടെ വന്നപ്പോഴെന്താണ് പറ്റിയത്? ഗൾഫ് മേഖല കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഇതിന്റെ സാമ്പത്തിക നട്ടെല്ല് തന്നെ തകർന്നു പോയി. കാരണം ഇവിടുന്ന് ആകെ നമുക്ക് ഇവർ ഇൻകം പ്രധാനമായി വരുന്നൊരു സാധനം പ്രവാസികളാണ്. പിന്നെ ലോട്ടറിയും മദ്യമാണ്. ഇത് മേടിക്കണമെങ്കിലും പ്രവാസി അയച്ചു കൊടുക്കുന്ന പൈസ ഒരു ഭാഗം തന്നെ അതിനും വേണ്ട. ഈ റോൾ ചെയ്യാൻ പൈസ വേണ്ടേ? ഇവിടെ പ്രത്യേകിച്ച് അതിന് ഈ വലിയ ഇൻഡസ്ട്രീസ് ഇല്ല നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച്. കമ്പനികളൊന്നും തന്നെ ഇല്ല. അവിടുന്ന് വരുന്ന പണം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയായാലും നിർമ്മാണ മേഖലയായാലും മറ്റു മേഖലകളായാലും അത് തന്നെയാണ് ഈ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി വരും. അങ്ങനെ എല്ലാം കൊണ്ടും അതാണ് നമ്മൾ തുടക്കം മുതൽ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പറയുന്നു. നമ്മൾക്കിപ്പോ പലർക്കും ഒരു രസമാകും യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ യുദ്ധം എന്ന് പറയുന്നത് ആരും ജയിക്കില്ല. യുദ്ധത്തിൽ ജയമെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇതിൽ പരാജയം മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ ഒരു അനന്തര ഫലങ്ങൾ വളരെ വലുതായിരിക്കും. പിന്നെ ഒരു രാജ്യത്തിനും അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ട് പോകാൻ പറ്റില്ല. അടിയാണെങ്കിലും ഇടിയാണെങ്കിലും യുദ്ധമാണെങ്കിലും അങ്ങോട്ട് മാത്രം ചെയ്ത് പോകാൻ പറ്റില്ല. അതൊരു ഇപ്പോൾ എന്തായി? അമേരിക്ക തന്നെ തുറന്നു സമ്മതിച്ചില്ല അവരുടെ 6 പട്ടാളക്കാര് കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ 3 ജെറ്റുകൾ F-15 ജെറ്റുകൾ അടിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് എന്താണ്? സ്നേഹയുദ്ധമായിരുന്നു. അതായത് കുവൈറ്റ് അറിയാതെ ചെയ്തതാണ്. അതായത് നമ്മൾ പറയുന്നില്ല എന്താണ് സൗഹൃദ മത്സരം എന്ന് പറയുന്നത്, ഒരു സൗഹൃദ ഫയറിംഗ് ആയിരുന്നു. അത് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത്. പറ്റിപ്പോയോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ പോലും 10 പേരുടെ മരണത്തിനിടെ ഇസ്രായേലിന്റെയൊക്കെ മരണസംഖ്യയൊക്കെ പുറത്തു വരണമെങ്കിൽ സമയമെടുക്കും. അപ്പം ഇതെല്ലാം അവർക്ക് വരുത്തി വെക്കാൻ കഴിയുന്നുണ്ട്. ഗൾഫ് മേഖലയെ ആകെ വിറങ്ങലിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു അവരൊരു ചെറിയ മീനല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരുപക്ഷെ ആത്യന്തികമായി തന്നെ ഒരു നീണ്ടു നിൽക്കുന്ന ഈ ബോംബിങ്ങും കാര്യങ്ങളും കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മൺകൂനയായി മാറിയേക്കാം. അതിന് സാധ്യത കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇവിടെ ഞാൻ ഈ ഇറാന്റെ സൈഡ് നിൽക്കുന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഈ വാർത്തകൾ എടുത്തു പോകുന്ന ഒരാൾക്കാർ, യുദ്ധം ഉണ്ടായപ്പോൾ വാർത്ത എടുക്കുന്നവരല്ല നമ്മൾ, മുമ്പേ തൊട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു ഇറാൻ എല്ലാം സമ്മതിച്ചു ഈ ജനീവ ചർച്ചയിൽ. ഞങ്ങളുടെ ആണവ പ്ലാന്റ് നിങ്ങൾ പണിതോ, എണ്ണ കച്ചവടം നിങ്ങൾ നടത്തിക്കോ, പിന്നെ ആണവ മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്താം, ഇതെല്ലാം ചർച്ച നടന്നുകൊണ്ടിരുന്നതല്ലേ അവിടെ. അതിന്റെ ഇടയ്ക്കാണ് ഈ പണി കാണിക്കുന്നത്. ഇതിനെനിക്ക് ഉദാഹരിക്കാൻ പറ്റുന്നൊരു സംഭവം മഹാഭാരതമാണ്. അന്ന് ഒരു ഇച്ചിരി കാല് ചവിട്ടാൻ ഇച്ചിരി മണ്ണ് അല്ലേ അവസാനം ചോദിച്ചത്. രാജ്യം വേണ്ട, പഞ്ചായത്ത് വേണ്ട, വാർഡ് വേണ്ട, ബൂത്ത് വേണ്ട, 5 ഗ്രാമങ്ങൾ വരുമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതും കൊടുക്കാതെ വന്നപ്പോഴല്ലേ അത് വലിയൊരു പ്രശ്നം. ഇത് എല്ലാം സമ്മതിച്ചൊരു ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഈ അടി അടിക്കുന്നത്. ശരിയാണ്, ഇപ്പം ഖമേനി പോവുകയോ പോകാതിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇതിൽ വരുത്തി വെക്കുന്ന ഒരു ഭവിഷ്യത്തുണ്ട്. അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പൊ TV കാണുന്ന ചിലർക്കൊക്കെ രസം തോന്നുമായിരിക്കും. ഇവിടുന്ന് 2 മിസൈൽ അങ്ങോട്ട് പോയി, അവിടുന്ന് 2 മിസൈൽ ഇങ്ങോട്ട് വന്നു പറയുമ്പോൾ ഒരു രസവും കൗതുകവും തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട്, അതായത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഇത് വരുത്തി വെക്കുന്ന ഇമ്പാക്ട്. ഒരു ദിവസം ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണ 20% ഒരു ദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ഒരു ദിവസം അത് ബ്ലോക്ക് ആയാൽ എത്ര ശതമാനം പോകത്തില്ല? 20% പോകില്ല. അങ്ങനെ 10 ദിവസം ബ്ലോക്ക് ആയാൽ എത്രയായി? 100% പോക്ക് അവിടെ നിന്ന് തീർന്നു, 100ആയി. ഇതാണ് അതിന്റെ ഒരു ശരാശരി കണക്ക്. 200. ഇതാണ് ഇതിന്റെ ഒരു ശരാശരി കണക്ക്. ഇതേ രീതിയിലേക്ക് അത് മുമ്പോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം വരും. അതിനകത്ത് അത് തന്നെയല്ല, ഭാവിയിൽ ഇതിനകത്ത് വരാൻ പോകുന്ന സാധനം ഒരുപക്ഷെ ഇറാൻ തകരുമായിരിക്കാം. ഇവര് വിചാരിക്കുന്ന കണക്ക് പെട്ടെന്ന് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഭരണമാറ്റം ഉണ്ടായാലും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം കൂടെ നേരത്തെ നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയും. ഈ ഹൂത്തികളെ പോലെ തന്നെ ഈ ആളില്ലാ ബോട്ടുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയോ അതുവഴി പോകുന്ന കപ്പലുകളെയൊക്കെ ഓരോ ഗ്രൂപ്പുകളും ആക്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ചാവേറായിട്ടും അല്ലാതെയും പൊട്ടിത്തെറിക്കാനായിട്ട് ഈ വിഭാഗങ്ങളുണ്ടാകും.
ഇങ്ങനെ ഇവരുടെ ലക്ഷ്യം ഇറാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷ്? ഇറാൻ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് അമേരിക്കൻ ബേസ് അല്ല കൂടുതൽ അടിക്കുന്നത്. ഇപ്പം അവരടിക്കുന്നത് UAE-യുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിന്റെ ആ ഒരു ലക്ഷ്യം വെക്കുന്നു. അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഒരിക്കലും അടച്ചിടാത്ത എയർപോർട്ടാണ്, അതിന് ലക്ഷ്യം വെക്കുന്നു. അതുപോലെ തന്നെ ഈ വലിയ വലിയ പാർപ്പിട സമുച്ചയങ്ങൾ ലക്ഷ്യം വെക്കും. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാവോ? ശരിക്കും ആളെ കൊല്ലാൻ ചെയ്യുന്നതല്ല അവർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതായത് ഇതൊരു അരക്ഷിതാവസ്ഥയായ രാജ്യമാണ്, ഇങ്ങോട്ടേക്ക് ആരും വരരുത്. നാളെ ഞാൻ 10 രൂപ മുടക്കി ഒരു കോടീശ്വരൻ 10 രൂപ മുടക്കി ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ നമ്മളെന്തായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്? ഇവിടെ അത്ര സേഫ് ഒന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് അവന്മാർ കൊണ്ട് മിസൈൽ ഇടും, അല്ലെങ്കിൽ അവന്മാർ കൊണ്ട് ഡ്രോൺ ഇടും എന്ന് വിചാരിക്കുന്നവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വരില്ല, ടൂറിസ്റ്റുകൾ വരില്ല. അക്രമം നടക്കുന്നത് ടൂറിസ്റ്റുകൾ വരില്ല. ജമ്മു കാശ്മീരിൽ എത്രയോ വർഷങ്ങൾ ടൂറിസ്റ്റുകൾ വന്നിരുന്നില്ല. എന്തായിരുന്നു? അവിടെ അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പം ഈ മിഡിൽ ഈസ്റ്റ് സേഫ് അല്ല, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊന്നും അത്ര സേഫ് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ആളെ കൊല്ലുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അതായത് നിങ്ങളുടെ രാജ്യങ്ങൾ സേഫ് അല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ 2 കാര്യം അതിൽ വിജയിക്കുന്നുണ്ട്. ഒന്ന്, ഈ യുദ്ധം കഴിഞ്ഞിട്ടായാലും ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഈ അമേരിക്കയാണല്ലോ നമ്മുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തത്, അവർക്കത് പറ്റിയിട്ടില്ലല്ലോ, അവന്മാരുണ്ടായിട്ടും നമുക്ക് അടി കിട്ടിയല്ലോ എന്ന് ചിന്തിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ GCC രാജ്യങ്ങൾ പ്രഷർ ചെയ്യുക. ഇപ്പൊ തന്നെ ഒമാൻ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു, യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ ട്രംപാണ്. ഈ ട്രംപിന്റെ 4 ആഴ്ച ഒന്നും കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ അറിയാവോ? ഇന്ന് രാത്രി വേണമെങ്കിലും പുള്ളിക്ക് നിർത്താം. പുള്ളി ഇന്ന് രാത്രി വേണമെങ്കിൽ പറയും എന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയായി. നമ്മൾ കണ്ട ഇതിന് മുമ്പൊരു യുദ്ധം നടന്നപ്പം എന്താ പുള്ളി പറഞ്ഞത്? എല്ലാ പ്രശ്നവും തീർന്നിരിക്കുന്നു, ഇറാന്റെ എല്ലാ ആണവായുധങ്ങളും ആണവോർജവും എല്ലാം ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, ഇനി ജീവിതത്തിൽ ഇതുണ്ടാകത്തില്ല. ഇപ്പൊ എന്തിനാ ഇവരടിച്ചത്? അതേ കാരണം പറഞ്ഞിട്ടില്ലേ, ആണവായുധം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട്. അതുകൊണ്ട് ട്രംപാണ് നമ്പാൻ പറഞ്ഞില്ല. 4 ആഴ്ച എന്നൊക്കെ പുള്ളി പറഞ്ഞാലും ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ പുള്ളിക്ക് തോന്നുകയാണ് ശരി നമുക്കെല്ലാം അവസാനിപ്പിച്ചേക്കാം. അവർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, ഇപ്പൊ എന്നെ വിളിച്ചാൽ അവിടെ ഭയങ്കര കരച്ചിലാണ് ഇറാൻകാര്, ഇല്ല ഇറാന്റെ നേതൃത്വം കരച്ചിലോട് കരച്ചില്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാവങ്ങൾ നിർത്തിയേക്കാം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്ങാനും തുടങ്ങാം, ഇപ്പൊ എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട് എന്ന് പറയാൻ യാതൊരു മടിയും ട്രംപിനില്ല. ട്രംപ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് പറയാൻ പറ്റും. ഈ 4 ആഴ്ച ഒന്നും കേട്ടാരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിനെ മാക്സിമം കണക്ക് കൂട്ടുന്നത് ഇതിനിടയ്ക്ക് ഒരു ബ്രേക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഈ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വെടിനിർത്തൽ പോലെ വരികയും പിന്നീട് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ അപ്പോഴും ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അതിന്റെ ഇടയ്ക്കെങ്ങാനും ഈ ഹോർമുസ് കടലിടുക്ക് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വലിയ പാട്. അതിനെക്കുറിച്ചാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂചന നൽകിയത്. ഇറാൻ ഞങ്ങൾ വിനാശകരമായ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞാൽ കാരണം ഇറാൻ നടത്താൻ പോകുന്ന അങ്ങനെ ഒരു ആക്രമണമാണെന്ന് അവർ കരുതുന്നു. ഈ ഹോർമുസ് കടലിടുക്ക് മറ്റുള്ളതൊക്കെ വാരി വലിച്ച് വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ വിതറിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇത് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്. നേരത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും നിൽക്കും, പഴയതുപോലെ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇസ്രായേലിൽ പ്രസ്താവനകളൊന്നും ഇറക്കുന്നില്ലല്ലോ, കാരണം അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പൊ ഹിസ്ബുള്ള അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ഈ യുദ്ധത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ട്, ഒരു സംസ്കാരത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇവിടെ നമ്മളിത് പറയുമ്പോൾ പലരും കരുതും ഇറാനും ഖമേനിയൊക്കെ തീവ്രവാദികളല്ലേ, മറ്റുള്ളതല്ലേ, മറിച്ചതുള്ളത് അല്ലേ എന്നുള്ളത്. എന്ത് തീവ്രവാദിയായാലും അതിനൊരു കരുതലോടെ മുമ്പോട്ട് നേരിടുക എന്നുള്ളതേ ഉള്ളൂ. കുത്തി ഇളക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് രാജ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്നാണത്.